ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളുമായി സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം, നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പ്രവൃത്തികൾക്കും, നമ്മളുടെ ജോലികൾക്കും, നമ്മുടെ പഠനങ്ങൾക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ സമയം ഉണ്ട്. അതുപോലെ ദൈവവചനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു കാലവും സമയവും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെന്ന് പറയുമ്പോൾ സഭാപ്രസംഗി 3-ാം അധ്യായം 1 മുതലുള്ള ആ പാഠഭാഗം മുഴുവനും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ സമയ കാലയളവുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. ഒരു ജനിപ്പാൻ കാലം, അത് വളരുവാൻ കാലം, പൂക്കുവാൻ കാലം, സന്തോഷിപ്പാൻ കാലം, അങ്ങനെ ചിരിപ്പാൻ കാലം, പിന്നെ പണിയുവാൻ ഒരു കാലം, അത് തകർക്കുവാൻ ഒരു കാലം, അങ്ങനെ ഓരോ കാലങ്ങളിലൂടെ കടന്നു പോകുവാനാണ്. അപ്പം നമ്മുടെ ഈ കാല അളവുകളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ പണിയുകയാണ്. നമ്മളൊരു സംഘടനകൾ, വേദനകൾ വരുമ്പോൾ നമ്മൾ തളർന്നു വീണു പോകുമ്പോൾ, അപ്പോൾ ആ ഒരു കാലം വരുമ്പോൾ അതായത് ആ വീണ് കിടക്കുന്ന ഒരു കാലം, അപ്പോൾ അതിൽ നമ്മൾ ഉയർത്തുവാൻ ഒരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ദൈവം നമ്മളെ പണിതെടുക്കുകയാണ്. ആ പണിതെടുത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലയളവിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുകയാണ്. ഇപ്പോൾ ഞാൻ 35-ാമത്തെ വയസ്സിൽ ദൈവത്തെ ഞാൻ അറിഞ്ഞ് ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ചത് മുതൽ ഇന്നു മുതലും ഇപ്പോഴും വരെയും ദൈവത്തിൻ്റെ കരങ്ങളോടൊട്ട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു വേദനകളിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാഞ്ഞ് വീണു പോകും. അപ്പോൾ ആ വീഴുന്ന സമയങ്ങളിലും ദൈവം നമ്മെ കൈവിടാതെ ഓരോ സമയങ്ങളിലും അത് നമ്മെ തൂക്കിയെടുത്ത് ആ തക്കതായ സമയത്ത് ഏത് വിധത്തിൽ എവിടെയാണ് നിന്നെ പ്രയോജനപ്പെടുത്തേണ്ടത്, എവിടെയാണ് നിന്നെ കൊണ്ട് നിർത്തേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ ദൈവം നമ്മെ കൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ 3 പ്രാവശ്യവും ഞാൻ ഇതിലൂടെ കടന്നു വന്നിട്ട് തളർന്നു വീണുവെങ്കിലും ഇപ്പോൾ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ബലപ്പെട്ട് നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്, ദൈവത്തെ നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ്. ആ സമയം ഏതാണ്, എപ്പോഴാണ് ദൈവത്തിനറിയാം. എപ്പോഴാണ് അവളെ അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടത്, എപ്പോഴാണ് അവിടെ ആ നിർത്തേണ്ട സമയം എപ്പോഴാണ്, അത് കാലയളവ് എപ്പോഴാണ് എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു കാലയളവ് വരെ നമ്മൾ കാത്തിരിക്കണം. ദൈവവചനം അനുസരിച്ച് കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മളിലൂടെ ഇടപെടുകയുള്ളൂ. അപ്പോൾ ആ കാലതാമസം വരെ നമ്മൾ കാത്തിരിക്കണം. ഓരോ കാലങ്ങളുണ്ട്, ഓരോ സമയമുണ്ട്. നമ്മളെ പക്ഷെ ഒരിക്കലും താഴ്ത്തി വിടുകയല്ല ചെയ്യേണ്ടത്. അത് ഉയർത്തേണ്ട സമയത്ത് തക്കതായ നേരത്ത് ദൈവം നമ്മെ കൊണ്ടുവന്ന് നിർത്തുകയുണ്ടാകും. നമുക്ക് നമ്മൾ ആശീർവാദങ്ങളെ കിട്ടണം എന്നുള്ള സമയത്ത് കിട്ടുന്നതല്ല ആശീർവാദം. നമ്മൾ